നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ബഹുമാന്യരെ, ഈ കോൺഗ്രസിൻ്റെ പക്വതയില്ലായ്മ എന്ന് പല പ്രാവശ്യം ഞങ്ങൾ പറയാറുണ്ട്. അതിലിപ്പോൾ ഈ അടുത്ത സംഭവം ശ്രീചിത്ര തിരുനാൾ ആശുപത്രിയിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഓരോ മെമ്പർമാരെ അതിൽ വഹിക്കാറുണ്ട്. ശശി തരൂരാണ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരും. ഇത്തവണ അത് E.T. മുഹമ്മദ് ബഷീറിന് കൊടുത്തു. ശശി തരൂരിനെ അറിയിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ E.T. മുഹമ്മദ് ബഷീറിന് ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് കോൺഗ്രസ് ചെയ്തതെങ്കിലും അത് ബുദ്ധിപൂർവമായി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ കുഞ്ഞാക്കനെ സംബന്ധിച്ച് KT ജലീൽ അധികപ്പറ്റായിരുന്നു. അപ്പോൾ KT ജലീൽ പാർട്ടി പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അതുള്ള കരുക്കൾ നീക്കി. നമ്മളൊരു കാര്യം സാധിച്ചെടുക്കാൻ കരുക്കൾ നീക്കുന്നത് ഗുണമായിട്ട് ദൂഷ്യമായിട്ടാണ്. അങ്ങനെ കരുക്കൾ നീക്കി ജലീൽ പുറത്തുപോയി. അപ്പോൾ ശശി തരൂർ കോൺഗ്രസ് അധികപ്പറ്റാണ്. വാസ്തവത്തിൽ ശശി തരൂരിനെ കൊണ്ടുപോകുന്നത് കോൺഗ്രസ് നേട്ടമുണ്ടായിട്ടൊന്നുമില്ല. ഒരു നേട്ടമുണ്ടെങ്കിൽ വെറുതെ പേര് വരുമ്പോണ്ടേക്ക് അദ്ദേഹത്തെ വലിയനാക്കി എന്നല്ലാതെ പാർട്ടിക്കോ കോൺഗ്രസോ ജനങ്ങൾക്കോ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഓക്കെ, എന്തുകൊട്ടെ അദ്ദേഹത്തെ പുറത്താക്കണം. അപ്പോൾ സ്വയം പോയില്ലെങ്കിൽ അപ്പോൾ പുറത്താക്കുന്നതൊക്കെ നല്ല സ്വയം പോകില്ലാണ്. അപ്പോൾ സ്വയം പോകാൻ വേണ്ടിയുള്ള ഒരു ഇടകൂടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്ന കുബുദ്ധികളിൽ പലർക്കും തന്നേക്കാൾ ഒപ്പമോ തന്നോടൊപ്പമോ തന്നേക്കാൾ മുകളിലോ കഴിവുള്ളവർ വേണ്ട എന്നുള്ള. ശശി തരൂർ ഏതാണ്ട് വിശ്വനൊക്കെയാണ്, ചില കഴിവൊക്കെ ഉണ്ട് ലോക സംബന്ധമായിട്ട് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് പൊയ്ക്കോട്ടെ ഉള്ളിലും ഉണ്ട്. അതിൻ്റെ കരുതിക്കാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ BJP സപ്പോർട്ട് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെയാണ്. ഒലക്ക വീണ് ചത്ത ഒരു കോഴി ചത്തപ്പോഴേ ഒലക്ക വീണ് ചത്ത കോഴി ചാറ് കൂട്ടാം. അങ്ങനെ ചാറ് കൂട്ടിയ ടേസ്റ്റ് കിട്ടിയപ്പോൾ എടുക്ക് കഷ്ടവും കൂട്ടാന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ BJP സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വന്നവരൊന്ന് BJPയിലേക്ക് പോയിക്കൂടാന്നില്ല. അപ്പോൾ ബുദ്ധിപൂർവ്വമല്ല കളിച്ച്. അതിൻ്റെ വിശദമൊന്നും കൂടുതൽ വ്യാഖ്യാനം പറയുന്നില്ല. ഇനി ഞങ്ങൾ പറയാൻ പോകുന്നൊരു സംഭവമുണ്ട്. അത് ഞങ്ങളുടെ മനഃശാസ്ത്ര ഗ്രൂപ്പിൻ്റെ നിഗമനമാണ്. അത് 100% ഞങ്ങൾ വ്യക്തിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ സംഭവം നിങ്ങൾ വിലയിരുത്തിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സംഘപരിവാറിൻ്റെ വളർച്ച 100 വർഷം. ഈ സെപ്റ്റംബർ ആകുമ്പോൾ അടുത്ത വർഷം 25-ാം തീയതി ആകുമ്പോൾ 100 വർഷമാണ്. 100 വർഷം ഇത് കാലാനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയമായി ഇങ്ങനെ മൊത്തത്തിൽ വളർന്നു പോയത് തളർന്നു പോയിട്ടില്ല. കാരണം അത് ഏകാധിപത്യമില്ല. അത് ജനാധിപത്യമല്ല, ഏകാധിപത്യം മാത്രമേ ഉള്ളൂ. ഒരു മെമ്പർഷിപ്പില്ല, രജിസ്ട്രേഷൻ ഇല്ല, സെക്രട്ടറി ഇല്ല, ലെറ്റർപാഡില്ല, ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്തൊരു സംഘടനയുണ്ട് കേരളത്തിൽ. ഈ തബ്ലീഗ് എന്നൊരു മുസ്ലിം സംഘടനയുണ്ട്. അത് ഈ പദം ഒന്നുമില്ല. രജിസ്ട്രേഷനോ ബാങ്ക് അക്കൗണ്ടോ ഒരു മിനിറ്റ്സ് ബുക്കോ ഒന്നുമില്ല. ഇന്നൊരു സംഭവം ഒരു വഴി വയ്ക്കുമ്പോൾ ഒരാൾ ഏറ്റെടുക്കും, അടുത്ത സംഭവം ആയിട്ട് വേറെ ആൾ ഏറ്റെടുക്കും, ആ ചിലവൊക്കെ ആൾ വയ്ക്കും. അങ്ങനെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ പോകുന്നതാണ്. അതിൻ്റെ വലിയ രൂപമാണ് RSS. എന്തുവാകട്ടെ, ഈ RSSന്റെ ശക്തി വരാനുള്ള ഒരു കാരണം ശിവൻ അംബേദ്കർ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും. അതിൻ്റെ കാരണം അറിയുമോ? അംബേദ്കർ ഒരു കാര്യം പറഞ്ഞു. ഇപ്പം എല്ലാ സത്യം തുറന്നു പറയാൻ പാടില്ല. എനിക്ക് പലതും പറയാൻ ഞാൻ പറഞ്ഞ വലിയ വിഷയവും. അതായത് പിന്നോക്ക് ദളിത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് 85% ജനത സംഘടിച്ച് ഒരുമിച്ച് മൂത്രമൊഴിച്ചാൽ പോകാവുന്നുള്ളൂ ഇവിടുത്തെ ഫാസിസം സവർണവും. സംഗതി സത്യമാണ്. എല്ലാ സത്യം പറയാൻ പറ്റുമോ? ഇത് കേട്ടതോടുകൂടി വാസ്തവത്തിൽ സവർണ ഫാസിസം മാത്രമല്ല മൊത്തം സവർണരും പോയി. കാരണം അവർ 1500, 2000, 3000 വർഷം മുമ്പ് കാശ്മീർ കടലിൽ കിടന്ന് ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാരാണ്. അത് ബുദ്ധമത തകർത്താണ് അവർ കയ്യേറിയത്. അതൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ വഴിയില്ല. മുസ്ലിങ്ങൾക്ക് 100-200 രാജ്യങ്ങളുണ്ട്, ക്രിസ്ത്യാനി 100-300 രാജ്യങ്ങളുണ്ട് പോകാൻ. പക്ഷേ അവിടെ നിന്ന് അവർക്ക് നേപ്പാളിലും അവിടെ എന്ത് സാധ്യതയുള്ളൂ, ചെറിയ ഇതില്ലേ. അവരെ സംബന്ധിച്ച് അവരുടെ ആധിപത്യം നിലനിർത്തണം ഈ ഇന്ത്യയിൽ തന്നെ വേണം. ഇന്ത്യയിൽ തന്നെ ആധിപത്യം നിലനിന്നില്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇന്ന് അവർ സുഖലോലുകളാണ്, എല്ലാ നിലക്കും ബെൽറ്റുകളാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും രാജഭരണ കാലത്തും
ഭാര്യമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വലിയ കുഴപ്പമുണ്ടായില്ല, അവർ സുഖലോലുപരാണ്. അപ്പം അവർക്ക് എന്ത് ത്യാഗം സഹിച്ചും അവർ ആധിപത്യം നിലനിർത്തണമെങ്കിൽ അതിനുവേണ്ടി രൂപീകരിച്ച ഒരു സാംസ്കാരിക സംഘടനയാണ് ഈ RS എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സവർണ വിഭാഗത്തിലും എല്ലാവരും അറിഞ്ഞും അറിയാതെ പരസ്യമായും രഹസ്യമായിട്ടും ഈ സംഘടന ഭാഗവാക്കാണ് സാമ്പത്തിക സഹായം ചെയ്യുന്നത്. പുറത്തില്ല, ഒരു പരിധി അവർ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇത് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിച്ച് ഹിന്ദുക്കളെ ഒന്നാക്കി നിർത്തി 15% വരുന്ന ന്യൂനപക്ഷങ്ങൾ വേർതിരിച്ച് അങ്ങനെ ഭൂരിപക്ഷ സമുദായം യോജിച്ചെന്ന് അവരാധിപത്യം. അവരെങ്ങനെ ആധിപത്യം ഇതൊക്കെ ഇട്ടുള്ളൂ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഭയമുള്ളവരെല്ലാം എനിക്ക് ചുറ്റും വന്നു എന്ന് പറഞ്ഞു. ഭയമുള്ളവരെല്ലാം എനിക്ക് ചുറ്റും വന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഭയം മാറിയില്ലേ, മറ്റൊരു സംരക്ഷണയില്ലേ. അതുപോലെ ഈ 80% ഹിന്ദുത്വം പറഞ്ഞ് അവസാനം ആര്യന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രാഹ്മണനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുന്നോക്ക സമുദായത്തെ സംബന്ധിച്ച് അവർ നില ക്ലിയറായി. അതിൽ കരക്കൾ നീക്കണം. എങ്ങനെയാണ് കരക്കൾ നീക്കിയത്? ഒരുപടി കരക്കൾ നീക്കിയാൽ 2 കരക്കളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നത്. ഒന്ന്, സോണിയാഗാന്ധിയെ രാജീവ് ഗാന്ധി കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, ഇന്ത്യയിൽ കൊണ്ടുവന്നു. എങ്ങനെയാണ് സോണിയാഗാന്ധി പരിചയം എന്തെന്നും എവിടെ ചെന്നും സുബ്രഹ്മണ്യ സ്വാമി ചോദിച്ചിട്ട് ഒരിക്കലും അതിൻ്റെ റിസൾട്ട് പുറത്തു വന്നിട്ടില്ല. അത് വന്നാണ് അത് കത്തോലിക്ക കോൺഗ്രസ് ആധിപത്യം വന്ന് അതിൽ ആദ്യം ഇന്ദിരാഗാന്ധിയെ ഉന്മൂലനം ചെയ്ത്. അതിൻ്റെ കളി വേറെയാണ്, ഇൻ്റർനാഷണൽ കളിയല്ലേ. അത് സഞ്ജീവ് ഗാന്ധി തട്ടി, പിന്നെ ഇന്ദിര തട്ടി, പിന്നെ രാജീവ് ഗാന്ധി തട്ടി, അങ്ങനെ തട്ടി എല്ലാം ഒതുക്കി വന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് അബ്ദുൽ കലാം ആസാദ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ച് പോകാൻ അറിയിച്ചു, സോണിയ നിങ്ങൾ ഫയൽ വന്ന് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ പറഞ്ഞില്ല. അതിന് പറയുന്നവരെയോ ത്യാഗം സഹിച്ചു, പ്രധാനമന്ത്രി സ്ഥാനം തലയിൽ വെച്ചിട്ട് അത് സ്വീകരിക്കാൻ ത്യാഗം സഹിച്ചു എന്നാണ് സോണിയാഗാന്ധി കുറിച്ചുള്ള കോൺഗ്രസ് മണ്ടന്മാർ കോൺഗ്രസ്സിൽ പറയുന്നത്. ആ ത്യാഗം സഹിച്ചു, ശരിയാണ്, അവർ പ്രധാനം ഏറ്റില്ല. അത് കാരണം എന്താ? അപ്പം അന്നത്തെ പ്രസിഡന്റ് ശ്രമമാണ്. അത് ആ ഒരു പരിധി വരെ വളർന്ന് ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാറിന് ലക്ഷ്യത്തിൽ 2014 മുതൽ അതിൽ ഏകപക്ഷമായിട്ട് തന്നെ BJP അല്ലെങ്കിൽ സംഘപരിവാർ തന്നെ ഭാരതത്തിലായി. പക്ഷെ അപ്പോഴും കേരളം ബാക്കി നിൽക്കണം. പൊന്ന് സഖാക്കളെ, പൊന്ന് ലീഗരെ, പൊന്ന് കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്ക് ബുദ്ധിയുടെയും ചിന്തയുടെയും ആവശ്യമുണ്ടെങ്കിൽ ഇതൊരു നിങ്ങൾ അറിയാവുന്ന ഒരു മനഃശാസ്ത്രത്തോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രാഷ്ട്രമീമാംസയോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യുമ്പോൾ കേരളത്തിൽ വെച്ചെടുക്കണമല്ലോ. അതെന്ത് ചെയ്യും? കേരളത്തിൽ ഈസിയല്ല. കമ്മ്യൂണിസ്റ്റ് കുത്തക ആദ്യം അല്ലെങ്കിൽ പോലും പറയുന്ന ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ കേരളത്തിലാണ്, ബാലറ്റ് പേപ്പറിൽ കൂടി. അങ്ങനെയുള്ള കേരളത്തിൽ BJP വർഗീയത പറഞ്ഞാൽ അത്ര പോവില്ല. അതിനെന്താ ചെയ്തെന്നുള്ള പണി നോക്കിയാൽ ഇത് കേട്ടോളൂ. ഇത് ഞങ്ങളുടെ മനഃശാസ്ത്ര ഗ്രൂപ്പ് പറയുന്നതാണ്. എന്തുവാ ശരിയായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ലാവ്ലി കേസ്, പിണറായി സഖ് കഴിവുള്ള ഈ കുഞ്ഞാലിക്കുട്ടി കഴിവുള്ള നേതാവല്ലേ, വല്ല സംശയമുണ്ടാക്കത്തിൽ അതൊരു കഴിവുള്ള നേതാവാണ് പിണറായി സഖാവ്. കുഞ്ഞാലിക്കുട്ടി പിണറായി സഖാണ് കേരളത്തിൽ കഴിവുള്ള 2 രാഷ്ട്രീയ നേതാക്കന്മാർ. ബാക്കി പല കർണാടക കഴിവുണ്ടെങ്കിൽ അത് വേറെ ഇതാണ്. ആ പിണറായി കയ്യിലെടുക്കുന്നത് ലാവ്ലി കേസ്. അന്ന് ആവശ്യമില്ലാത്ത ശ്രീധരനെ സഹായിച്ചത് 100 കോടി രൂപ മറ്റാണ് പിണറായിക്ക് ഹോസ്പിറ്റൽ കൊടുക്കാൻ വേണ്ടി കൊടുത്താണ് പറയുന്നത്. അത് പിണറായി അത് ഉപയോഗിച്ചില്ല, ഫണ്ടങ്ങനെ ബലിക്കുന്നത്, അത് അടിമതിയായിട്ട് കണക്കാക്കി വന്നു. ആ കേസ് ഉൾപ്പെടുത്തി ഇതൊരു വർഷങ്ങൾ മുമ്പാണ്. അതായത് പിണറായി സഖാവ് കേരളത്തിൽ ഭരണത്തിൽ വരുന്നു, ഭാരതത്തിൽ മുഖ്യമന്ത്രി ആകുമെന്നും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇതിനെ പാരമ്പര്യം അത് നോക്കാം. അങ്ങനെ അധികാരത്തിൽ ഒരു ആ സമയത്ത് കയ്യിലെടുക്കാം. അങ്ങനെ കയ്യിലെടുത്തിട്ട് എന്ത് സംഭവിച്ചറിയോ? ആ കേസ് ഇങ്ങനെ പോകുന്നു. ഈ ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതാവ് സ്ഥാപക നേതാവ് കാൻശ്രാം, അദ്ദേഹം എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചാൽ ഞാൻ പൊളിറ്റിക്സ് പഠിച്ചിരിക്കുന്നത്, അല്ല ഇവിടുത്തെ 4 കോൺഗ്രസ് പൊളിറ്റിക്സ് അല്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞനായിരുന്നു. അതുപോലൊരു ശാസ്ത്രജ്ഞൻ പറയുന്നത് സന്യാസിയാണെങ്കിലും ശാസ്ത്രജ്ഞൻ കൂടിയായ സന്യാസിയാണ്. അതാരെന്നറിയും എന്ന് മുഹമ്മദ് എന്നതിൻ്റെ പേര് ട്രിവാൻഡ്രത്താണ്. അത് ഹിമാലയ സാനുക്കളിൽ പോയി താമസിക്കുന്ന പദമൊക്കെ പഠിച്ച് ഒരു ഹിന്ദു സന്യാസിയായിട്ട് വന്ന് RSS കയ്യിലെടുത്ത് എല്ലാ ആനുകൂല്യം കൊടുത്ത് അത് വളർത്തി. ആ എന്ന് ആ പേര് തന്നെ സൈക്കോളജി നോക്കാം, പേര് തന്നെ വലിയ അർത്ഥമുണ്ട്. ആ ആർക്കും പിടികിട്ടില്ലല്ലോ എന്താണ് വാട്ട്സ് മീൻ ബൈ പിടികിട്ടില്ല. ഇത് കൊക്കോ കോളയിൽ M4 എന്നൊരു വസ്തു ഉണ്ട്.
കൊക്കോളയിൽ നല്ലതെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കല്ലോ, അത് അപകടം വേറെ. ഒരു പിന്നെ ഞാഞ്ഞൂല് പുഴുവിനെ കൊണ്ടു ഇട്ടിച്ചാൽ 12 മണിക്കൂർ ചത്തു. അത്ര വിഷാംശമാണ് കൊക്കോള അടങ്ങിയിരിക്കുന്നത്. എങ്കിലും അത് EM4 വസ്തുണ്ട്, അതെന്താണെന്ന് അറിയില്ല, അത് ആരും പറഞ്ഞു കൊടുത്തില്ല. അത് പറഞ്ഞു കൊടുക്കാത്തൊരു പേരിലാണ് കൊക്കോള അടിയന്തരാവസ്ഥയിൽ ഇന്ത്യയിൽ നിന്ന് അടിയന്തര ശേഷം വന്ന മൊറാർജി ഗവൺമെൻറ് വിട്ടുവെക്കുക. അതിങ്ങനെ അത് പറയുമ്പോൾ വലിയ സംഭവം പറയുന്നില്ല. അതുപോലെ ഈ എന്നൊരു പേരിൽ തന്നെ വലിയ ഇതുണ്ട്. അദ്ദേഹം പിണറായി ആയിട്ട് ഏതാണ്ട് 3 മണിക്കൂർ ട്രിവാൻഡ്രത്ത് അടിച്ചിട്ട് മുറിയിൽ സംസാരിച്ചു. അതിൽ പിണറായി മാത്രമല്ല, വേണ്ടപ്പെട്ട മറ്റു ചില RSSൻ്റെയൊക്കെ നേതാക്കളുണ്ടായിരുന്നുള്ളതാണ്. അവർ പ്ലാൻ ചെയ്ത് എങ്ങനെ വേടുന്നൊക്കെ ആ പ്ലാൻ അനുസരിച്ചാണ് അവസാനം പുറത്തിറക്കിയപ്പോൾ അവർക്ക് 3 ഏക്കർ സ്ഥലം, കണ്ണായ സ്ഥലം അവർക്ക് തുടങ്ങി കൊടുത്ത് അങ്ങനെ ഒരു ബന്ധം വന്ന് അതിൻ്റെ മുങ്ങനെ പോകണം. ആ പോകുന്നതിൻ്റെ ഫലമായിട്ട് 2011, 16 ഭരണം കിട്ടി, 21 ഭരണം കിട്ടി, ഇനിയിപ്പോൾ 26 ഭരണം കിട്ടും. അതൊരു പക്ഷെ പിണറായി തന്നെ മുഖ്യമന്ത്രി ആയിക്കൂടാന്നില്ല. അദ്ദേഹത്തെ ഇതുപോലെ ആരോഗ്യമൊക്കെ നിൽക്കുകയാണെങ്കിൽ മറ്റു തടസ്സമല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ടൈം കൂടി പിണറായി തന്നെ ആവും. അതിലെല്ലാ ചരക്കുകളും നിൽക്കും. കാരണം കേന്ദ്രം പിണറായിയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ പിണറായി കേന്ദ്ര കൈയാണ്. പിന്നെ എന്താ ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും യോജിച്ചവിടെ എന്ത് നടത്താൻ പാടുള്ളത്? അതിപ്പോൾ നടക്കുന്ന അങ്ങനെയല്ലേ. അജിത് കുമാറിൻ്റെയൊക്കെ DGP ആയിട്ട് വരുന്നൊക്കെ കാണുന്നതാണല്ലോ. അങ്ങനെ വരുമ്പോൾ 2026 കൂടി LDF അധികാരത്തിൽ വരും. LDF അധികാരത്തിൽ 2031 അതിനിർണായകമാണ്. ഞാനൊന്നും ഉണ്ടാവില്ല എന്നോ, കാരണം ഒന്നുമല്ലേ, അതിനിർണായകമാണ് കേരളത്തിൽ 2031. നിർണായകം വേറൊന്നുമില്ല, സംഘപരിവാറിൻ്റെ ഭരണത്തിലേക്ക് കയറാനുള്ള ഒരു മാർഗം തുടങ്ങുന്നത് 2030-ലാണ്. അപ്പോഴേക്കും ത്രിപുര പോലെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ചെറിയ കാര്യമല്ല, വളരെ മനഃശാസ്ത്രമാണത്. സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. എന്നെ വേണമെങ്കിൽ തല്ലിക്കൊല്ലാം, എനിക്ക് പരാതിയില്ല. അവിടെ ഇത് എൻ്റെ വ്യക്തിമായിട്ട് എൻ്റെ അഭിപ്രായം അല്ലാതെ എനിക്ക് ഇത് യോജിപ്പില്ല. പക്ഷെ ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ റിസൾട്ട് എന്നിൽ പോയി പറയുന്നു മാത്രമേ ഉള്ളൂ. 30 നമുക്ക് നമ്മുടെ ത്രിപുരയിൽ നടന്നതുപോലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഓഫീസുകളും BJP-യിലാവും, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആവും. അവിടെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ എന്ന് നിൽക്കുമ്പോൾ കിട്ടും. പേരുണ്ടാവില്ല, അപ്പോൾ ത്രിപുരയിൽ പേരുണ്ടല്ലോ, ശക്തി ഇല്ലാതെയാവും. അതിൻ്റെ കരുക്കൾ നീങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ കളി. അതിൽ AKG സെൻറ്ററിലെ ചില 1-2 ബുദ്ധിരാക്ഷസന്മാർ അവിടെയുണ്ട്, ആ പേര് ഞാൻ പറയുന്നില്ല. അവരുടെ ബുദ്ധിയും എൻ്റെ ബുദ്ധിയും ചേർത്ത് ഒരു യോജിച്ച് കണ്ടുപിടിച്ച പ്രൊജക്റ്റാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് മുസ്ലിം ലീഗിലെ കുഞ്ഞാക്കും തങ്ങൾക്കും എന്തറിയാം സാർ? ഇന്ത്യൻ കോൺഗ്രസിൻ്റെ KC വേണുഗോപാലിൻ്റെ ടീമിന് എന്തറിയാം സാർ? നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കോപ്പ് കൂട്ടി പിന്നെ ശ്രദ്ധിച്ച് കരുക്കൾ നീക്കി ഒതുക്കിയും ഒക്കെ വരാണ്. ഇവിടെ കളിയുടെ കളി വരാണ്. അത് ബുദ്ധിയുള്ള കളിക്കുന്നുണ്ട്, മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ത്രിപുരയിൽ കന്നുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസല്ല BJP-യുടെ ആവും. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെങ്കിലും കൊണ്ടുവെക്കത്തുള്ളൂ, ശക്തി ഉണ്ടാവില്ല. പിണറായി യുഗം കഴിഞ്ഞ്, കമ്മ്യൂണിസ്റ്റ് യുഗം കഴിഞ്ഞ് BJP യുഗം വരും. ഇതാണ് പ്രൊജക്ട് റിപ്പോർട്ട് അവരുള്ളത്. ഈ പ്രൊജക്ട് റിപ്പോർട്ട് എന്തുമാത്രം ശരിയാണെന്നുള്ള അറിയാൻ അതിന് ചില അപാകതകളുണ്ട്, പോരായികളുണ്ട്. പക്ഷെ ആ പോരായിക എന്താണ് കണ്ടുപിടിച്ചിട്ട് അതിന് തരണം ചെയ്യാനുള്ള സംവിധാനം പോലും സംഘപരിവാർ, BJP മാറ്റിയെടുത്ത് സംഘപരിവാറിനുണ്ട്. അതൊരു പരിവാറാണ്, ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനം മാത്രമല്ല, പരിവാറുണ്ട്. ഏത് നിലക്കും 2 രീതിയിലാണ്. ഒന്നുകിൽ അതിൽ 3 രീതി നോക്കാം. മാഫിയ, മണി, മീഡിയ BJP-യുടെ കിലോ അതുണ്ട്. മാഫിയ പറയാതെ അറിയാമല്ലോ, കാരണം ലോയൊക്കെ കൊന്ന കേസ് കൊടുക്കല്ലേ മാഫിയ. പിന്നെ മണിയുടെ പറയവേണ്ട, നോട്ട് നിയന്ത്രിച്ച ശേഷം പിന്നെ അല്ല എത്ര 1000 ലക്ഷം കോടി ലോകം മുഴുവൻ വാങ്ങിക്കാനുള്ള പൈസ BJP-യുടെ ഫണ്ട് കയ്യിലുണ്ട്, BJP-ക്കാരുടെ കയ്യിലുണ്ട്. അല്ല ഇന്ത്യ മാത്രം വാങ്ങിക്കല്ല, അത്ര ഉന്നതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ചിലർക്ക് വന്നാൽ ഇയാളിത് BJP-യുടെ കമ്മീഷൻ വാങ്ങിച്ചിട്ട് BJP-ക്ക് പോയെത്തി പറയുന്നത്. ഞങ്ങളൊരു കമ്മീഷൻ വാങ്ങിച്ചില്ല, ഞങ്ങളുടെ യാതൊരു താല്പര്യമില്ല, ഇത് പണത്തിന് വേണ്ടി പറയുന്നില്ല. ഞങ്ങളുടെ മനഃശാസ്ത്ര ഗ്രൂപ്പ് 4-7 ലോകത്ത് എവിടെ ചെന്നാലും. അതുമല്ല, അത് കണക്കൂട്ടി പെരുമാതിരി ഉദ്ദേശപ്പെടുന്ന ആ ഒരു മനഃശാസ്ത്രം പറയുന്നു. അത് കണക്കൂട്ടി പറയുമ്പോഴാണ് ഈ സംഗതി മനസ്സിലാകുന്നത്. അപ്പോൾ അത് നിങ്ങളിൽ ആരെങ്കിലും ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ ചിന്തകരോ രാഷ്ട്രമീമാംസകരോ ഉണ്ടെങ്കിൽ
ഇതിൽ സയൻറ്റിസ്റ്റ് കാൻഷാവിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകളുണ്ടെങ്കിൽ EM പോലെ സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കോൺഗ്രസ് മുന്നണിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയം അപഗ്രഹിച്ച് നോക്ക്. എന്താണ് ഈ മണ്ടൻ മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നത് എന്ന് അപഗ്രഹിച്ച് നോക്ക്. അപ്പം നിങ്ങളുടെ മുഖ്യമന്ത്രി മോഹവും എന്താണ് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ മുന്നോടിയാണെന്ന് മാത്രമല്ല, അതിന് എതിർവശം നിൽക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് നയിക്കുന്ന ബുദ്ധികേന്ദ്രം മണ്ടത്തര കാണിക്കുന്നത്. ഇപ്പോൾ CPM സെക്രട്ടറിയും പിന്നെ മറ്റു എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതായത് മുസ്ലിങ്ങളുടെ വർഗീയവാദികളെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയാണ് പിന്നീട് ആരെ ജയിച്ചത്, പിണറായി പിന്നെ രാഹുൽജിയും പ്രിയങ്ക. ആ വിജയരാഗ് തെറ്റുപറ്റി. കാരണം വിജയരാഗ് പലപ്പോഴും തെറ്റാണ്. കാരണം EMS ഒരു കളി കളിച്ച്, EMS കളിച്ചെന്നറിയോ, അതായത് ബാവ ഹാജി എന്ന മൊയ്തീൻകുട്ടി ഹാജി, അദ്ദേഹം ഒരു 6 പൊക്കമുണ്ട്. അദ്ദേഹം ലീഗിന്ന് സ്പീക്കർ സ്ഥാനം രാജിവെച്ച് പരപ്പനങ്ങളിൽ വന്നപ്പോഴല്ലോ 101 കാരനായി മൂത്താണ് അവിടെ പോകുന്നത്. 101 കാരന് അതൊക്കെ ഞാൻ ചെറിയ പരിചയമുണ്ട്. അങ്ങനെ മുതൽക്കുളം മൈതാനത്ത് സ്റ്റേജിലിരിക്കുകയാണ് ഈ ബാബു ഹാജി എന്ന മൊയ്തീൻകുട്ടി ഹാജി. ആളില്ല ലീഗിൻ്റെ സ്ഥാപക നേതാവ് ആജാന ബഹു CM സ്റ്റീഫനെ പോലെയൊക്കെയുള്ള ഒരു 6 അടി പൊക്കമുള്ള ഇതുണ്ട്. 2 പേരുണ്ട്. അതുപോലെ അത്ര മല്ലനാണ്, കഴിവുണ്ട്. അദ്ദേഹം സ്റ്റേജിലിരിക്കുകയാണ്. EMS പറഞ്ഞത് എന്നറിയോ, ശരിയെന്ന് നിയമം എടുത്തിട്ട് പോയി, ഞങ്ങൾ 5 ഘട്ടം 4 ഘട്ടം അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ നിയമങ്ങൾക്ക് സപ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ആരും എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ പോകാം എന്ന് പരസ്യമായിട്ട് EMS സദസ്സിൽ വെച്ച് പറയാണ്. ഇത് കേട്ട് ഇദ്ദേഹം വെടിച്ചു പോവില്ലേ, അത് സഞ്ചരിക്കല്ലേ. അത് കഴിഞ്ഞാണ് അപ്പം വെറും കയ്യോടെ പോയി വിട്ട്. അത് EMS ഉപയോഗിച്ച് ജാതിക്കാർഡാണ്. പക്ഷെ EMS പറയുമ്പോഴേ ഒരു പോയിന്റ്, അതാണ് EMS സമർത്ഥനം പറയുന്നത്. അദ്ദേഹം ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷീയതയും ഒരേ സമയത്ത് പറയും. പക്ഷെ വിജയരാഘവൻ പറയുമ്പോഴെല്ലാം ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ച് മിണ്ടുന്നില്ല, RSനെ കുറിച്ച് മിണ്ടുന്നില്ല. മിണ്ടുന്നത് മുഴുവൻ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും SDP ഒക്കെയാണ്. ഒന്ന് ചോദിക്കട്ടെ എൻ്റെ വിജയരാഘവ്ജി, വർഗീയരാജമെന്ന് ചില വിളിക്കണം, ഞാൻ വിളിക്കാൻ തയ്യാറില്ല. കാരണം എന്തെങ്കിലും യോഗ്യത ഉള്ളയാളെ നമ്മൾ അംഗീകരിക്കുക. ഒരു യോഗ്യത അദ്ദേഹത്തിനില്ല, എല്ലാ കഴിവെടുത്താലും അങ്ങനെയാണ്. അതായത് നിങ്ങൾ പറഞ്ഞില്ലേ മുസ്ലിം ന്യൂനപക്ഷ വർഗീയത കൊണ്ടാണ് ഇവർ ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ വർഗീയത മാത്രം പുലമ്പി അധികം പ്രചരിപ്പിച്ച് തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ പൂരം വില കലയ്ക്ക് MP ആകാൻ ശ്രമിച്ച കാര്യങ്ങൾക്ക് റിസൾട്ട് വന്നല്ലോ. ഇന്നാണ് റിസൾട്ട് വന്നത്. നിങ്ങൾ ഇന്നലെ പാലക്കാട് കോഴിക്കോട് പറയുന്നു, ഇതിപ്പോൾ റിസൾട്ട് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു വിഭാഗമാണ് BJP സംഘപരിവാറെന്നും കോടതി മുഖേന അല്ലെങ്കിൽ തെളിവുണ്ടായി പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വേണ്ടിയില്ല. നിങ്ങൾ ഭൂരിപക്ഷം അറിയെക്കുറിച്ച് അങ്ങനെ ഭൂരിപക്ഷം അറിയുമെന്ന് അധികാരം കയറിയ BJP ഭരിക്കുന്നിടത്ത് നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുന്നത് വല്ല പ്രസക്തി ഉണ്ടോ? എൻ്റെ പൊന്ന് സഖാവേ, നിങ്ങളൊക്കെ എങ്ങനെ സഖാവ് എന്ന് വിളിക്കും? കാരണം നിങ്ങൾ കൂടെ ഈ ഞങ്ങളൊന്നും ജമാഅത്ത് ഇസ്ലാമി ആൾക്കാരില്ല, അവർ പോളിസിയോട് യോജിക്കുന്നില്ല. അത് PDP ആൾക്കാർ പോളിസി യോജിക്കുന്നില്ല. ഒരുവിധ വർഗീയ തീവ്രവാദ ചിന്തയുള്ളവർ ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾക്ക് താല്പര്യമേ ഇല്ല, ഭംഗി വന്നല്ല ഉറപ്പാണ്. പക്ഷെ എങ്കിലും ഇത്രയും കാലം നിങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് അവരായിട്ട് സഹകരിച്ച് പല പഞ്ചായത്തും ഭരിക്കുന്നു, ഇപ്പോഴും ഭരിക്കണം കേട്ട്. എന്നാൽ അപ്പോഴും നിങ്ങൾ വർഗീയമില്ലാത്തത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കെതിരായി ഇപ്പോഴും വർഗീയമായതാണ്. അവിടേക്കാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെയൊക്കെയാണ് പ്ലാനെങ്കിലും ഈ കളിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഇതൊന്ന് വിജയിക്കാതെ പോയാൽ, അതായത് ഈ ഇലക്ഷൻ നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇലക്ഷൻ നടത്തിയപ്പോൾ ഒരു വലിയ പണക്കാരൻ അതിൻ്റെ മകനെ ഇലക്ഷൻ നടത്തി. അപ്പോൾ വോട്ട് പിടിക്കൽ ആരും പറഞ്ഞപ്പോൾ ആ മടക്കാരൻ എന്ന് പറയും, അതാ ചോമാർ കൊട്ടികൾ അവർ വോട്ട് നമുക്ക് വേണ്ട, അത് നായന്മാർ കത്തികൾ അവർ വോട്ട് നമുക്ക് വേണ്ട, അത് കാക്കാമർ പട്ടികൾ അവരെ വോട്ട് നമുക്ക് വേണ്ട, മറ്റു ക്രിസ്ത്യൻ പട്ടികൾ അവർ വോട്ട് വേണ്ട. ഏടോ മുതലാളി പിന്നെ 1000 വോട്ടങ്ങൾ കിട്ടുന്നത്? പട്ടിയുടെ വേണ്ട, പന്നിയുടെ വേണ്ട, കത്തിയുടെ വേണ്ട, കൊട്ടിയുടെ വേണ്ടി പിന്നെ 1000 വോട്ടാണ് പിന്നെ ഉള്ളത്. അതുപോലെ നിങ്ങളിപ്പോൾ ഭൂരിപക്ഷ വർഗീയത കളിച്ച് ഭൂരിപക്ഷം കിട്ടുമെന്ന് ചോദിക്കണോ? ആ വോട്ടെല്ലാം BJPയിലേ പോകുള്ളൂ. ന്യൂനപക്ഷത്തെ വോട്ട് പോയി എന്ന് ഉറപ്പാക്കി നിങ്ങൾ. അതിനുള്ള സർവ്വസംഖ്യയാണ്. അപ്പോൾ നിങ്ങളുടെ കളി ഞാണിമേൽ കളിയാണ്, വളയില്ലാത്ത ചാടാണ്, വലിയ മണ്ടത്തിലാണ്, വലിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണം EMS അല്ല കൈകാര്യം ഓർമ്മ വേണം. EMS ആയത് EMS നിൽക്കാനറിയാം. അത് ഞാൻ പറയും, ഹിന്ദു ഭൂരിപക്ഷ വർഗീയത പറഞ്ഞിട്ട് അദ്ദേഹം ന്യൂനപക്ഷ ഭൂരിപക്ഷം പറയുന്നുള്ളൂ. ഇത് വിജയരാഘവൻ ഇപ്പോഴത്തെ സഖാക്കളും പറയുന്ന പോലെ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ചാണ്.
നമ്മളെല്ലാവരും വർഗീയത ഇതൊക്കെ ഒന്നും സംശയമൊന്നുമില്ല. പക്ഷെ ഭൂരിപക്ഷ വർഗീയ രാജ്യം ഭരിക്കുന്നിടത്ത് ന്യൂനപക്ഷ വർഗീയ അത് ഇത്ര 30-50 വർഷം മുമ്പ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയാണല്ലോ സഖാവ് ഇന്ത്യ ഭരിക്കുന്നത്, സംഘപരിവാർ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് സഖാവാണ്? എടോ ഒരു സ്വസമുദായമാണ് ഇന്ത്യയിൽ മുസ്ലിം ക്രിസ്ത്യാനികളും ഹിന്ദുവും. അത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഒരു 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 സംസ്കാരത്തോട് എങ്ങനെയാണോ സഖാവെ യോജിക്കുന്നത്? അത് വർഗീയം തന്നെയല്ലേ? അത് തീവ്രവാദം തന്നെയല്ലേ? അത് രാജ്യദ്രോഹം തന്നെയല്ലേ? ആ കക്ഷി രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാൽ ആർക്കും വില പോവോ? ആരെങ്കിലും മനസ്സിലാക്കുമോ? അപ്പം നിങ്ങൾ കാണിക്കുന്ന കളി മഹാ അപകടത്തിലേക്കാണ്. ഞങ്ങൾക്കൊരു സങ്കടം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കോൺഗ്രസ് നശിക്കാനും പാടില്ല, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പറ്റി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല. ഈ രണ്ട് പാർട്ടിയിൽ ചില ഗുണങ്ങളുണ്ട്, സംഘപരിവാർ പോലെയല്ല. പക്ഷെ ഈ രണ്ട് പാർട്ടി നശിക്കുന്ന വക്കത്തിലേക്ക് പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നശിച്ച വക്കത്താണ്, അതിൻ്റെ പരീക്ഷ ഘട്ടത്തിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. കോൺഗ്രസ് അതുപോലെ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നലെ നടത്ത സംഭവം SCT ശ്രീചിത്ര തിരുനാൾ ആശുപത്രിയിലെ മെമ്പറായിട്ട് ശശി തരൂരിനെ മാറ്റി ഈ ബഷീർ കൊടുക്കേണ്ട കാര്യം ഇപ്പോഴുണ്ടോ? എന്ത് വോട്ട് കിട്ടാൻ വേണ്ടിയാ? ആരറിയാൻ പോകുന്നത്? പക്ഷേ ട്രിവാൻഡ്രത്ത് ശക്തമായിട്ട് അറിയും. സംഘപരിവാർക്ക് ഒന്നുകൂടി അനുഭവം ആവില്ലേ അത് അവിടുത്തെ ഹിന്ദുക്കൾ? അപ്പോൾ അതാണ് നിങ്ങൾക്കൊന്നും പ്രായോഗിക ബുദ്ധിയോ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജോ ഒന്നും ഇല്ല. അത് നയിക്കുന്ന ആരാണെന്ന് രാഹുൽജി മറ്റേ പ്രിയങ്കം കേസ് വേണു പോലെയൊക്കെ അല്ലേ. ഈ പിന്നെ വിജയരാഘവനോട് പറയിപ്പിക്കാൻ കാരണം 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങൾ വന്ന് ഈ ലീഗിൻ്റെ കാലിൻ്റെ അടി, അതിന് വീണ്ടും പറയുന്നത് കാലിൻ്റെ അടിയിലുള്ള സീറ്റിൽ നിന്ന് ജയിച്ച് പോയിട്ടില്ലേ അവർ ക്രിക്കറ്റ് കുത്തണത്? കുത്താതെ എനിക്ക് വന്നിട്ട് 4 ലക്ഷം വോട്ട് കിട്ടി. ഏത് കൊച്ചിയിൽ നിന്നാൽ വയനാട് ജയിക്കും കോൺഗ്രസ് പേരിൽ? അവിടെ 4 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞിട്ടല്ലേ മഹാരാഷ്ട്ര പോയില്ലേ, UP കുറേ പോയില്ലേ? പിന്നെ വേറൊരു കാര്യം, UP കുറച്ച് സീറ്റ് കുറേ കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് അത് കോൺഗ്രസ് നിങ്ങളുടെ പ്രവർത്തനം പദയാത്രയോടല്ല, അത് സംഘപരിവാർ മോഡിജിയുടെ അപ്രമാദത്തെ കുറക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു അവസാനം ദൈവമായിട്ട് അഭിനയിച്ചു. ദൈവമായിട്ട് സംഘപരിവാർ ഒരിക്കലും അഭിനയിക്കില്ല, ദൈവം ഏറിയ ഒരു കണക്കാക്കുന്നത്. ദൈവമായിട്ട് അഭിനയിച്ചപ്പോൾ പിന്നെ സംഘപരിവാർ സംഭവം. അപ്പോൾ അദ്ദേഹത്തെ ശക്തി കുറക്കാൻ വേണ്ടി ഒരു ന്യൂട്രൽ നിന്ന് എതിരായിട്ട് പ്രവർത്തിച്ചില്ല, എതിരായിട്ട് ഒരിക്കലും സംഘപരിവാർ പ്രവർത്തിക്കില്ല. അത് ന്യൂട്രൽ നിന്ന്, ആ ന്യൂട്രലിൻ്റെ ഭയം കൂടിയാണ് കോൺഗ്രസ് 50 സീറ്റ് കൂടുതൽ കിട്ടി BJPക്ക് 10-100 സീറ്റ് കുറഞ്ഞത്. അത് നിങ്ങളുടെ പദയാത്ര കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ സപ്പോർട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ പിന്നെ SP കഴിവല്ല ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്ത് മഹാരാഷ്ട്ര പോയി, അങ്ങനെയാണെങ്കിൽ എന്ത് ഹരിയാന പോയി? അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പാടില്ലേ? ഇപ്പോൾ UP അതിശേഷം 4 ഇലക്ഷൻ കണ്ടില്ലേ? UP അതിശേഷം ഇലക്ഷൻ 9 പിന്നെ ഇടക്കാല തിരഞ്ഞെടുപ്പെടുന്നതിൽ 10-ൽ 1 ഉണ്ടായില്ല. 9 സീറ്റിൽ ഒരു സീറ്റിലെങ്കിലും കോൺഗ്രസിന് അവിടെ മത്സരിച്ച് മുഖം രക്ഷിക്കാൻ പാടില്ലെന്നോ? ഒരു സീറ്റ് പോലും മത്സരിക്കാത്ത നിർണായകമായി UP നിങ്ങൾ പിന്നെ മുലായം സിംഗിന്റെ മകനെ അജിത് ഏൽപ്പിച്ചു പോകുന്നില്ലേ? അതൊക്കെ നിങ്ങളുടെ തോൽവിയുടെ വലിയ നമ്പർ 1 ലക്ഷങ്ങളാണ്. അത് ഒരു നമ്പർ 1 ലക്ഷം, മറ്റൊരു നമ്പർ 1 ലക്ഷമാണ് നിങ്ങൾ വയനാട് മത്സരിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത നിങ്ങൾ എങ്ങനെ ഇന്ത്യ മഹാരാജ്യം ഇനി സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും? എങ്ങനെ പിടിച്ചെടുക്കും? ഇപ്പോൾ ചിലർ പറഞ്ഞാൽ രാഹുൽജി എല്ലാം അങ്ങനെ പ്രിയങ്ക ഇപ്പം എല്ലാം കളിച്ചു മറിക്കും. പ്രിയങ്ക കളിച്ചു വെച്ചാൽ ആഘോഷിക്കുന്ന ഓണാഘോഷം നടത്തുന്നത്, അല്ലെങ്കിൽ ഓണാഘോഷം ക്രിസ്മസ് ആഘോഷം റോബർട്ട് വധേര. ആരാ റോബർട്ട് വധേര? 2% പോലും ജനസംഖ്യയില്ലാത്ത ഒരു വിഭാഗത്തിന് ആളാണ് റോബർട്ട്. ആ റോബർട്ടിൻ്റെ കല്യാണം കഴിച്ചിട്ട് ജൈനമത പാർസിയുടെ മകളായ പ്രിയങ്ക ഇന്ത്യ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞ അംബേദ്കറുടെ പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ അറിയാം ഇന്ത്യയിലെ ആ സാമുദായിക പിന്നെ മതപരമായിട്ടുള്ള അടുപ്പങ്ങളും ശക്തിയൊക്കെ വ്യത്യാസമൊക്കെ. ഇത് കാണാതെ നിങ്ങൾക്ക് രാജ്യം ഭരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സോണിയാഗാന്ധി ഇവിടെ വന്ന് അപ്പോൾ തന്നെ ലക്ഷ്മി എന്ന പേര് വെച്ചിട്ട് തികച്ചും ഹിന്ദുത്വ ആചാരപ്രകാരം എല്ലാ കാര്യം നടത്തേണ്ടിയത്. ഇത് നിങ്ങൾ സഭ പറയുമ്പോൾ കേൾക്കുള്ളൂ. സോണിയാഗാന്ധി ചെയ്യുന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാഷ്ട്രീയ ജനതാദളിലെ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ്, പ്രഥമ സംസ്ഥാന പ്രസിഡന്റാണ്. എൻ്റെ ഒരു നോമിനായിട്ട് ഒരാൾ ഹൈക്കോടതിയിലേക്ക് ലിസ്റ്റ് തന്നു.
അത് ഞാൻ ലാലു എന്ന റെയിൽവേ വകുപ്പാണല്ലോ, റെയിൽവേ വകുപ്പിലാണ്. അത് സംസ്ഥാന ബന്ധുവിന് കൊടുത്ത് അത് കൊടുത്ത് അത് പാസ്സാക്കി പുള്ളി ഒപ്പിട. ഞാൻ പുള്ളിയുടെ ഏത് സ്ഥലത്ത് കസേരയിലിരിക്കുന്നു, അദ്ദേഹം കസേരയിരിക്കുന്നു. ആ ഫയലും എടുത്ത് ഒപ്പിട സമയത്ത് സോണിയാഗാന്ധി ഓഫീസിൽ കോൾ വന്നിട്ട് രാഹുൽ ദേഷ്യപ്പെട്ട് എന്നോട്, സോണിയോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? ആ ഫയൽ താഴെ ഇട്ടിട്ട് ആ മേശ എടുത്തൊക്കെ ഇട്ട്. കാരണം സോണിയാഗാന്ധിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വന്ന പിന്നെ മൊയ്തീൻ ഷാക്ക് എന്ത് പ്രസക്തി? അത് കളം വെച്ചിരിക്കാൻ ഒരു അച്ചായൻ കോടതി കണ്ടിട്ടേ ഇല്ല, അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു. അതാണ് അവസ്ഥ. ഇനി വേറൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻസ്, പാവപ്പെട്ട സാധാരണ ക്രിസ്ത്യാനികൾ മനസ്സിലായി പറയാണ്. ഇവിടെ സോണിയാഗാന്ധി അന്ന് കാലത്ത് ഭരിച്ച സമയത്ത് ഇറ്റലിയിലെ കത്തോലിക്ക സഭയുടെ വാക്കാണ് അവസാനം കേൾക്കുന്നത് സോണിയാഗാന്ധി. അത്യാവശ്യ കാര്യങ്ങളല്ല, മെയിനായിട്ട് ആ കത്തോലിക്ക സഭ, ഇറ്റലിയിലെ കത്തോലിക്ക സഭ ആണെങ്കിൽ ഇന്ത്യയിലെ കത്തോലിക്ക സഭ വേണം. ഇന്ത്യയിലെ കത്തോലിക്ക സഭ എന്നാൽ കേരളത്തിലേ പറഞ്ഞത്. കേരളത്തിൽ കത്തോലിക്ക സഭ ഓക്കെ പറഞ്ഞാലേ അവർ പറഞ്ഞാലേ സോണിയ ഒപ്പിടുള്ളൂ. മെയിൻ കാരണങ്ങളൊക്കെ സാധാരണ ഒരു ട്രാൻസ്ഫർ ഒന്നുമല്ല, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഫലമായിട്ടാണല്ലോ അന്ന് മന്ത്രിസഭ രൂപീകരിച്ചപ്പോഴേ ഈ ക്രിസ്ത്യ സമുദായത്തിൽ മാത്രമല്ല ആൾക്കാരെ വെച്ച് 10 ഉന്നത കുല ഭാരവാഹികളിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്കയും കഴിച്ചാൽ, അല്ലെങ്കിൽ സോണിയ കഴിച്ചാൽ, പിന്നെ നമ്മൾ ഗുലാം നബി ആസാദും ഈ ഗാർഗി 2 പേരെ കഴിച്ചു. ബാക്കി 8 പേരും പ്രിയങ്ക ഉൾപ്പെടെ 8 പേര് ആ ക്രിസ്ത്യ സമുദായത്തിനായിരുന്നു. അവരെല്ലാം പാർട്ടിയിലുണ്ടോ? എല്ലാവരും പോയില്ലേ പാർട്ടിയിൽ അധികാരത്തിൽ പോയപ്പോഴും. എന്നിട്ട് അവരാണ് ഇപ്പോൾ എല്ലാം പിടിച്ച് നാളെ ഇപ്പോൾ BJP താഴെ ഇറക്കി പറ്റം പിടിക്കാതെ വിചാരിച്ചാൽ മനഃശാസ്ത്രജ്ഞന്മാരെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ അത് സാധ്യത വളരെ കുറവാണ്. കാരണം അവരിപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം അറിയില്ല. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് എന്തറിയും? രാജീവ് ഗാന്ധിയുടെ ഭാര്യ നിൽക്കാൻ വേറെ എന്ത് യോഗ്യത അവർക്കുള്ളൂ? ഒരു സാധാരണ ഒരു സ്ത്രീ, ഇറ്റലി പോലും വിദ്യാഭ്യാസമില്ല എന്നില്ല. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അവരെ കണ്ടു മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസ് ചിലവരിവിടെ ഇനി പിടിച്ചെടുക്കാൻ നോക്കുന്നത്. KC വേണുഗോപാലൊക്കെ അറിയാമല്ലോ. അത്ര അതിസങ്കീർണമായ വിഷയത്തിൽ കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകുന്നത്. ഇന്ത്യയിലെ സാമുദായിക അവസ്ഥ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൊച്ചു കേരളത്തിൽ പോലും? ഇതെല്ലാം എന്തെങ്കിലും ചിന്താഗതി ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് ഈ മൊയ്തീൻ ഷാ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴിവുണ്ടോ നിങ്ങൾ 3 വിഭാഗം ആൾക്കാർ, ഒന്നൊരു രാഷ്ട്രമീമാംസകൻ, അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ ഫിലോസഫിസ്റ്റ്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, ഈ 4 ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസ് അനുഭവം ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഈ പോയിന്റ് വയ്ക്കുക. എന്നിട്ട് അതിനെ വിശകലനം ചെയ്യും. ഇല്ലെങ്കിൽ ഇത് വിദേശ കോൺഗ്രസ് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, വിദേശ ജനങ്ങൾ ബുദ്ധിയുള്ളവർ, അവരെ കണ്ടെങ്കിൽ നോക്കി വയ്ക്കുക. എന്നിട്ട് കരുക്കൾ നീക്കുക. അല്ല നിങ്ങൾ ഈ കരുക്കളൊന്നും കേരള രാഷ്ട്രീയത്തിൽ പോലും, ഇന്ത്യൻ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൽ പോലും സാധ്യത വളരെ കുറവാണ് കാണുന്നത്. 26-ലും ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ പിണറായി തന്നെ വരും, അല്ലെങ്കിൽ പിണറായിയുടെ പാർട്ടി വരും. അത് 30 ആ പ്രസ്ഥാനം നശിച്ചു. പിന്നെ നമ്മുടെ ത്രിപുര പോലെ കേരളവും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്ഥലമായി തീരും. അങ്ങനെ ആകാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനൊക്കെ വ്യക്തിപരമായിട്ട്. കാരണം രണ്ടും അപകടമാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അതിന് ഒരു കാര്യം പറയുന്നത്, ആർക്കിമിഡീസ് യുറേക്ക എന്ന് കണ്ടുപിടിച്ചതല്ലേ, അതുപോലത്തെ ഒരു വിഷയം മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് കണ്ടുപിടിച്ച കാര്യം ഞാൻ നാളെ പറയാം. അത് ഇന്ന് ഞാൻ സൂചന പറഞ്ഞില്ല, നാളെ അത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. ജയ് ഹിന്ദ്.